സംസ്ഥാന സർക്കാരിനെതിരെ കോറോ ഹെൽത്തിലെ ജീവനക്കാർ പിരിച്ചുവിട്ട ജീവനക്കാർക്ക് ജി-ടെക് വഴി തൊഴിൽ നൽകുമെന്ന് മന്ത്രി കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണത്തിനെതിരെയാണ് ജീവനക്കാർ രംഗത്തെത്തിയത്. മന്ത്രിയുടെ പരാമർശം കമ്പനിയെ രക്ഷപ്പെടുത്താൻ സഹായിക്കുന്നതെന്നും 20-ന് നടക്കാനിരിക്കുന്ന ചർച്ചയിൽ ആശങ്കയുണ്ടെന്നും ജീവനക്കാർ പറഞ്ഞു. കോറോ ഹെൽത്ത് കമ്പനി പിരിച്ചുവിട്ട ജീവനക്കാർക്ക് ജി-ടെക് വഴി IT ജോലിയിൽ അവസരമൊരുക്കുമെന്നായിരുന്നു മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രസ്താവന. എന്നാൽ 20-ന് സർക്കാർ കോറോ ഹെൽത്തുമായി ചർച്ച നടത്താനിരിക്കെ കമ്പനിയെ സഹായിക്കുന്ന ഇത്തരമൊരു പ്രതികരണം ഉണ്ടായത് ശരിയല്ലെന്ന് ജീവനക്കാർ പറഞ്ഞു. പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കാൻ സർക്കാർ ഇടപെടണമെന്നായിരുന്നു ജീവനക്കാർ മുന്നോട്ട് വെച്ച ആവശ്യം. എന്നാൽ ചർച്ചയിൽ ജീവനക്കാർക്ക് അനുകൂല സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യത സർക്കാർ തന്നെ ഇല്ലാതാക്കിയെന്നും ചർച്ച അപ്രസക്തമായെന്നും ജീവനക്കാർ പറഞ്ഞു. ഈ ഒരു പ്രസ്താവന കൊടുക്കുന്നതിന് മുമ്പ് മന്ത്രിതലത്തിലോ അല്ലെങ്കിൽ ജി-ടെക്കിൻ്റെ ഭാഗത്തുനിന്നോ ഞങ്ങളിൽ ആരെങ്കിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ ആവശ്യം എന്താണ്, നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ചോദിക്കണം. അതല്ലാതെ ഒരു മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളെ ഞങ്ങൾ കൂട്ടത്തോടെ മറ്റൊരു മേഖലയിലേക്ക് കൊണ്ടുപോകാമെന്ന് പറയുന്നത് ഒരിക്കലും, പ്രത്യേകിച്ച് സർക്കാർ തന്നെ മധ്യസ്ഥത വഹിക്കുന്ന ഒരു ചർച്ചയിൽ ഈ കമ്പനിയുടെ പ്രതിനിധികൾ പങ്കെടുക്കാൻ വരുന്ന ഈ അവസരത്തിൽ അത് ഒരു തെറ്റായ സന്ദേശമാണ് കൊടുക്കുന്നത്. കമ്പനി അധികാരികൾക്കും ഞങ്ങൾക്ക് തൊഴിലാളികൾക്കും ഞങ്ങൾ വളരെ ആശങ്കയിലാണ്. മെഡിക്കൽ കോഡിംഗ് മേഖലയിൽ ജോലി ചെയ്തിരുന്നവരെ ജി-ടെക് പോലുള്ള സോഫ്റ്റ്വെയർ കമ്പനിയിലേക്ക് മാറ്റുന്നതിന്റെ പ്രായോഗികത എന്തെന്നും ജീവനക്കാർ ചോദിക്കുന്നു. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ നേരത്തെ കോറോ ഹെൽത്ത് അധികൃതരുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് 20-ന് രണ്ടാം ഘട്ട ചർച്ച തീരുമാനിച്ചത്. ചർച്ചയിൽ പങ്കെടുത്ത ജീവനക്കാരോടോ തൊഴിലാളി സംഘടനകളോടോ കൂടിയാലോചിക്കാതെ ഏകപക്ഷീയമായിട്ടായിരുന്നു PK കുഞ്ഞാലിക്കുട്ടിയുടെ ഇടപെടൽ. കമ്പനിയുടെ തൊഴിലാളി വിരുദ്ധ നിലപാടിന് കൂട്ടുനിൽക്കുന്ന സർക്കാർ ഇവരെ രക്ഷപ്പെടുത്താൻ വഴിയൊരുക്കുകയാണെന്ന് CIT വിമർശിച്ചു. കമ്പനിയെ സഹായിക്കുന്ന മന്ത്രിയുടെ നിലപാട് പിൻവലിക്കണമെന്ന് കോറോ ഹെൽത്ത് കമ്പനിയിലെ ജീവനക്കാരും ആവശ്യപ്പെട്ടു. കൈരളി ന്യൂസ്, കൊച്ചി.